എങ്ങനെയാണ്? വെള്ളിയാഴ്ച രാവ് സ്വലാത്തിന്റെ രാവാണ്. മുത്തു റസൂലുള്ള മദീനയിൽ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മത്തിന്റെ പേര് വിവരങ്ങൾ അവിടെ എത്തിക്കപ്പെടുന്നുണ്ട്. വലിയ ഭാഗ്യവാന്മാരല്ലേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. വെള്ളിയാഴ്ച രാവിലെ അതേ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് തന്നില്ലേ? വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ. സ്വലാത്ത് ചൊല്ലാനുള്ള അവസരം എന്ന് പറയുന്നത് അത് വലിയൊരു തൗഫീഖാണ്, വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു നൽകുന്ന വലിയ അമൂല്യമായ നിധിയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഈ പവിത്രമായ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലുന്നു. സ്വലാത്തുകൾ ചൊല്ലിയ ഒരാളും വെറുതെയായിട്ടില്ല. സ്വലാത്ത് ചൊല്ലിയവരാരും പരാജയപ്പെട്ടിട്ടില്ല. ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന വലിയ സ്വലാത്തിന്റെ സമാഹാരം, ആ സമാഹാരം ലോകത്തിന് സമ്മാനിച്ച മഹാനായ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്നു സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു സ്വലാത്ത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? ദലായിലുൽ ഖൈറാത്ത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? വലിയ സ്വലാത്തല്ലേ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. ആ സ്വലാത്തല്ലേ അൽ കഹ്ഫിന്റെ കൂടെ. ആ സ്വലാത്ത് എത്ര വലിയ മാധുര്യമുള്ള സ്വലാത്താണ്. ദലായിലുൽ ഖൈറാത്ത് ചൊല്ലിയവർക്ക് അതറിയാമല്ലോ. ഓരോ ദിവസവും ഓരോ സ്വലാത്ത്. എങ്ങനെയാണ്, എന്ത് കാരണത്താലാണ് മഹാനവറുകൾ അത് ഉണ്ടാക്കിയത്? സ്വലാത്ത് ചൊല്ലിയ വലിയ കാരണത്താലാണ്. എങ്ങനെയാണത്? ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നല്ല ദാഹം, വെള്ളം കാണുന്നില്ല. അവസാനം വെള്ളത്തിന് ദാഹിച്ചു വലഞ്ഞു, വലിയ ദാഹമായി. കുറെ ദൂരം ഇങ്ങനെ നടന്നപ്പോ അതാ ഒരു കിണർ കാണുന്നു. എത്രയോ അടിയിലാണ് വെള്ളമുള്ളത്. മഹാനവറുകൾക്കും സംഘത്തിനും വെള്ളം കിട്ടണം, പക്ഷെ അത്രയും താഴെ നിന്ന് വെള്ളമെടുക്കാൻ കഴിയൂല. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി വരുന്നു. അതാ പെൺകുട്ടിയാ കിണറ്റിലേക്ക് ആ പെൺകുട്ടിയുടെ ഉമനീര് ചേർത്തുന്നു, അതിലേക്കൊന്ന് ഉമനീരാക്കുന്നു. സുബ്ഹാനല്ലാഹ്, വെള്ളം ഉയർന്നു വരാൻ തുടങ്ങി. വെള്ളം അത്ഭുതകരമായ രീതിയിൽ മുകളിലേക്ക് കയറി കയറി വന്നു. ആ വെള്ളം ആ പെൺകുട്ടി അവർക്കെല്ലാവർക്കും എടുത്തു കൊടുത്തു. മഹാനവറുകൾക്ക് അത്ഭുതമായി. മോളെ, നിനക്ക് എന്ത് കാരണത്താലാണിത് സാധ്യമായത്? ആ പൊന്നുമോള് പറഞ്ഞു, ഞാൻ സ്വലാത്ത് ചൊല്ലിയ കാരണത്താലാണ്. ഒരു ദിവസം 5000-ഓളം സ്വലാത്ത് ചൊല്ലിയ പൊന്നുമോളാണ്. സ്വലാത്ത് ചൊല്ലിയ കാരണത്താൽ ആ പെൺകുട്ടിയുടെ ഉമനീരിന് പോലും വലിയ ഫലം വന്നില്ലേ? സ്വലാത്ത് വലിയ അത്ഭുതകരമായ വലിയ മരുന്നാണ്, വലിയ ഫലമാണ്. ഇത് അറിഞ്ഞപ്പോ മഹാനവറുകൾ ഉണ്ടാക്കിയതാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്ത്. പിന്നെ കാത്തു നിന്നില്ല, ദലായിലുൽ ഖൈറാത്ത് ഉണ്ടാക്കി. മഹാനവറുകൾ വഫാത്തായിട്ട് 63 കൊല്ലങ്ങൾക്ക് ശേഷം മഹാനവറുകളുടെ ജനാസയാദാ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 63 കൊല്ലം എന്നാണ്. ആ കൊല്ലങ്ങൾക്ക് ശേഷം ആ ജനാസ അവിടെ നിന്ന് എടുത്തു മാറ്റി വേറൊരു സ്ഥലത്ത് സ്ഥാപിക്കേണ്ടി വന്നു. വന്നപ്പോൾ മഹാനവറുകളുടെ ജനാസക്ക് ഒരു പോറലും പറ്റിയിട്ടില്ല. എത്രത്തോളം എന്നറിയുമോ? താടി എങ്ങനെയാണോ ചീകി വെച്ചിരുന്നത് അതുപോലെ താടിയുണ്ട്. മുടി എങ്ങനെയാണോ മരിച്ചു കഴിഞ്ഞപ്പോ വഫാത്തായപ്പോ മഹാനവറുകളുടെ മുടി എങ്ങനെയാണോ ചീകി വെച്ചത് അതുപോലെ തന്നെ മുടിയുണ്ട്. തലയുടെ മുടിക്കൊരു മാറ്റവും വന്നിട്ടില്ല. കഫൻ തുണിക്ക് ഒരു കറ പോലുമായിട്ടില്ല. സുബ്ഹാനല്ലാഹ്, സ്വലാത്തിന്റെ പവറാണ്. ആ മഹാനവറുകളെ സിയാറത്ത് ചെയ്യാനുള്ള അവസരമാണ് ഇൻഷാ അല്ലാഹ്. ഓഗസ്റ്റ് പകുതിയാകുമ്പോ നമ്മൾ മൊറോക്കോയിലേക്ക് പോവുകയാണ്. ആ മഹാനവറുകളെ സിയാറത്ത് ചെയ്യണം.
അവരുടെ ഹദ്റത്തിൽ ചെന്നിട്ട് ദലായിലുൽ ഖൈറാത്ത് നമുക്ക് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ആളുകൾക്ക് കൂടി അവസരമുണ്ട്. എത്രയും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ആ മഹാനവറുകളുടെ ഹദ്റത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് അതേ മനോഹരമായ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വലാത്ത് വലിയ പവറാണ്. മാഷാ അല്ലാഹ്. അതുകൊണ്ട് ചൊല്ലണേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യصല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമ ലിമാ സബഖ വന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം. സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം.